കളിയാക്കുന്നതൊക്കെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇവൻ്റെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് അറിയും? നിങ്ങളറിഞ്ഞാ നമ്മളെ ജാസിൻ്റെ ആൾക്കാർക്ക് തന്നെ വേണ്ടാതായിക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്താ കാരണം എന്നുള്ളത്. കാരണം ഞാൻ തന്നെ പറഞ്ഞുതരാം. അതിനുള്ള വകുപ്പൊക്കെ ഈ വീഡിയോസിലുണ്ട്. നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. ഇപ്പോൾ ഒരു പുതിയ നിയമം വന്ന് ഇന്ത്യയിൽ. ഇനി തോന്നണോനക്കൊക്കെ വന്നു കണ്ട് എൻ്റെ ശരീരത്തിൽ പെണ്ണിൻ്റെ ഹോർമോണാണ്, അതുകൊണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞു കണ്ട്, അല്ലെങ്കിൽ ആണിൻ്റെ പെണ്ണിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു കണ്ട് ഇനി കയറി ചെല്ലാൻ പറ്റില്ല ഇന്ത്യയിൽ. ആ നിയമം വന്ന്. അപ്പോൾ അതിനൊരു സമരം നടക്കുന്നുണ്ട്. ഇറ്റിങ്ങളൊക്കെ പാടെ കൂടികാണ്ടുള്ള. ഞാൻ അറ്റിങ്ങളെ കുറ്റം പറയുന്നല്ലോ കേട്ടോ. അപ്പോൾ അതിന് നമ്മളെ ജാസി താത്ത അവൽ സുബൈക്ക് തന്നെ ജാസിക്കൊരു തുള്ളി കഞ്ഞിയും വെച്ചു കൊടുത്ത് കണ്ട് പോന്നിക്കാണ് സമരത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഓൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ഓനെ പറ്റണില്ല. എന്താ കാരണം? കോതന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് ഒടിയും പോണ്ട, അത് ഓനെന്നെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവൻ്റെ സ്വഭാവം അത്രയും മുന്തിയ സ്വഭാവമാണല്ലോ. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ ഞങ്ങൾ പെണ്ണാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ട്രാൻസ്ജെൻഡർ എന്നുള്ളതിൽ തന്നെ അവർ മുന്നോട്ട് പോവാണ്. പക്ഷെ ഇവൻ അങ്ങനെയാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവൻ അങ്ങനെയാണെന്നുള്ളത്? ഇനി ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് വെച്ചുതരാം, എന്നിട്ട് അതിൻ്റെ കാരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് തുടങ്ങുന്ന സമരം നിങ്ങൾക്ക് കാണണ്ടേ? അതിൽ നമ്മളെ കാക്ക പോയത് നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ ഞങ്ങൾ പൊതു ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയൊരു പ്രോബ്ലം ആയി മാറും അത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ അവകാശങ്ങൾ നേടിയൊക്കെ നമ്മൾ തന്നെ ഇറങ്ങണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് നോമ്പ് നോക്കി ഇത്രയും ദൂരത്തേക്ക് ഈ വെയിലത്ത് ഒരുപാട് പീപ്പിൾ വന്നിട്ടുണ്ട്. നിങ്ങളെ അവകാശങ്ങൾക്ക് നിങ്ങൾ തന്നെ വരണം. അതിന് വേറെ ആരും വരില്ല. കാരണം ആണുങ്ങളെ ആവശ്യത്തിനും പെണ്ണുങ്ങളെ ആവശ്യത്തിനും അവർ തന്നെ ഇറങ്ങുമ്പോൾ പിന്നെ നിങ്ങളെ ആവശ്യത്തിന് നിങ്ങൾ തന്നെ ഇറങ്ങണ്ടേ? നിങ്ങൾ തന്നെ ഇറങ്ങണം, അത് വേറെ ആരും ഇറങ്ങൂല. ഇനി അടുത്ത് ആശി വന്നിട്ടില്ല, ഞാൻ മാത്രമല്ല, ഷോപ്പ് ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് അവൻ വന്നിട്ടില്ല. ഷോപ്പിന്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ ആശി വേറെ തറാവിസ്കാരാണല്ലോ തോന്നി. കാരണം ഞാൻ ഇത് ഗ്രൂപ്പിലൊക്കെ ഞാൻ ചർച്ച ഇതിന്റെ ഈ പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് ഉള്ളൊരു പ്രശ്നം. കുണ്ടന്മാരല്ലേ? അപ്പോൾ ഇപ്പം ഇങ്ങനെ പെണ്ണായി കഴിഞ്ഞാൽ ആശിക്ക എങ്ങനെ ഇഷ്ടപ്പെടും? എൻ്റെ ഒരു കുറേ ദിവസത്തെ ഡൗട്ടാണ്. ഞാൻ ആരോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇപ്പം ഇങ്ങനെ പെണ്ണായി കഴിഞ്ഞാൽ എങ്ങനെ എന്താ പിന്നെ നമുക്കൊരു പെണ്ണ് കെട്ടിയാൽ പോരെ? നമ്മളിതിൻ്റെ പാകം ആലോചിച്ച് ടെൻഷൻ അടിച്ചിന്. അപ്പോൾ ഇനി കാരണം അറിയണ്ടേ? കാരണത്തിനുള്ള ഒരു വീഡിയോസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണി കാണും നേരം കമല നേത്രന്റെ മുനകേറും മഞ്ഞ തുകിൽ ചാത്തി കലകിങ്ങിണി വളരം അണിഞ്ഞു കാണണം ഭഗവാനെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിശുദ്ധനാശംസകൾ. ഇനി കാരണം ഞാൻ പറഞ്ഞ ഓലൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുകണോ ഇവൻ്റെ ഈ കൂട്ടത്തിൽപ്പെട്ട മറ്റോ ആരെങ്കിലും ട്രോളുന്നതോ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നതോ കളിയാക്കുന്നതൊക്കെ ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇവൻ്റെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് അറിയും? റമളാൻ്റെ മുന്നേ നീലക്കുയിലിൻ്റെ ചാനലിൽ പോയി കാണും. ഒരുപാട് ഹദീസുകൾ ഓതികാണ്ട് നമ്മളെ അപകടത്തിൽ പെടുമ്പോഴും അല്ലെങ്കിൽ നോമ്പിൻ്റെ നിയ്യത്ത് ഇങ്ങനത്തെ ഹദീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇസ്ലാമിൻ്റെ കഷ്ണമായിട്ട് ഇപ്പം വന്നിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അത് റംലാനോടും ഭാഗമായിട്ട്. ഇനി റംലാൻ കഴിഞ്ഞ് അപ്പോൾ ബീവിയിൽ നിന്ന് ദേവിയിലേക്ക് മാറണം. അപ്പോൾ അതിനെന്ത് വേണം? നമ്മൾ ഇങ്ങനത്തെ ഒരു ഉടായിപ്പിറ്റ് വരണം. അപ്പോൾ ഓൻ്റെ ആൾക്കാർക്ക് തന്നെ അറിയാം ഇവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഇവൻ്റെ ഉടായ്പ് കളിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോന്ന് കാട്ടിക്കൂട്ടണമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഓൽക്ക് തന്നെ അറിയാം രണ്ടും കെട്ട ആളല്ല, ആണെന്നേനി, പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുക എന്നുള്ളത്. അതന്നെ. പിന്നെ ഇവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ദേവിയാവും, ചിലപ്പോൾ ഹിന്ദു ആവും, ചിലപ്പോൾ മുസ്ലിം ആവും, ചിലപ്പോൾ ക്രിസ്ത്യാനി ആവും. ഇനി വരാൻ പോണേ, ഇനിയിപ്പോൾ ഡിസംബറിലൊക്കെ വരാൻ പോണ ക്രിസ്മസിനൊക്കെ ഉണ്ടല്ലോ,
ഇവൻ ക്രിസ്ത്യാനിയാവും, ഉറപ്പാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഓൻ്റെ ആൾക്കാർക്ക് വരെ ഓനെ പറ്റാത്തത്, വേറെ ഒന്നുകൊണ്ടല്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി എത്രങ്ങാനും ആൾക്കാർ ആ ഒരു സമരത്തിൽ പങ്കെടുത്തിക്കണേ, അതിൽ ഏതെങ്കിലും ഒരുത്തനെ നിങ്ങൾ ഇതേമാതിരി കണ്ടുക്കണം? ഇല്ലല്ലോ. ഇവൻ മാത്രം. ഇവനക്ക് വേറൊരു പ്രത്യേകതയും പാടുണ്ട്. ഇവൻ ഈ ഓൺലൈൻ ചാനലുകാരില്ലേ, നമ്മൾ നീലക്കൂലിലൊക്കെ പോലത്തെ ടീം, ഇവരെ മുന്നിൽ പോയിട്ട് വിളിച്ച് ഇങ്ങനെ നിൽക്കും. കാരണം ഇവർ ജാസി എന്തെങ്കിലും മൊഴിയൂ ജാസി എന്ന് പറയുമ്പോൾ എനിക്ക് മൊഴിയണ്ടേ, അതിനെല്ലേതും പഠിച്ച് കാണാപ്പാടം പഠിച്ചു വരും, എന്നിട്ട് അതങ്ങനെ പറയും. അതങ്ങനെ ഒരുത്തൻ. അപ്പം ഇവൻ്റെ ആൾക്കാർക്ക് തന്നെ ഇവനെ പറ്റണില്ലപ്പോൾ. കാരണം ഇതൊക്കെ തന്നെ.